ഉദാഹരണത്തിന് ഇപ്പൊ താങ്കൾ പറഞ്ഞു ഡോസറ്റിസം മാർസിയം കൊണ്ടുവന്ന് പറഞ്ഞു, തെറ്റാണ്. ഡോസറ്റിസം കൊണ്ടുവന്നത് മാർസിയമൊന്നുമില്ല. മാർസിയം കൊണ്ടുവന്നത് ഹെറസി മാർസിനിസമാണ്. അത് ജ്ഞാനവാദത്തിന് സഭയില് അല്ലെങ്കിൽ യേശു ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുന്നൊരു സിദ്ധാന്തമാണ്. അപ്പൊ അവിടെ യഹോവയെ പൂർണ്ണമായി ദൈവമായി അവതരിപ്പിക്കുന്നതാണ് മാർസിനിസം. അല്ലാതെ ഡോസറ്റിസവുമായിട്ട് യാതൊരു ബന്ധവും മാർസിനിസത്തിനില്ല. ഡോസറ്റിസം എന്ന് പറയുന്നത് താങ്കൾ പറയുന്ന രണ്ട് വാദങ്ങളിൽ ഏത് വേണം സ്വീകരിക്കാം. താങ്കൾ ഡോസറ്റിസത്തിലെ കൂടുതലും കടന്നത് സെലസ്റ്റ് ഫ്ലഷ് തിയറിയിലേക്കാണ്. അതായത് സ്വർഗത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് ഭൂമിയിലേക്ക് വന്നു. യേശുക്രിസ്തുവിന്റെ ഡിവിനിറ്റിയെ, യേശുക്രിസ്തു ദൈവമാണ്, പോയിന്റ് ശ്രദ്ധിക്കും, യേശുക്രിസ്തു ദൈവമാണ്. അപ്പൊ യേശുക്രിസ്തുവിനെ താങ്കൾ പറഞ്ഞു ദാവീദിന്റെ സന്തതിയിൽ നിന്ന് എന്നുള്ള വിഷയം. അപ്പൊ എന്തുകൊണ്ട് യേശു ഇങ്ങനെ പറഞ്ഞത്? കാരണം അനാദിയിലെ പിതാവിന്റെ വലതുഭാഗത്ത് പുത്രൻ തമ്പുരാനുണ്ട്. അപ്പൊ ദാവീദ് എന്തുകൊണ്ട് അവനെ അങ്ങനെ വിളിച്ചു? പുത്രൻ തമ്പുരാനെ എങ്ങനെ വിളിച്ചു? അപ്പൊ യേശുക്രിസ്തുവോട് പറയുന്നത് എന്താ? ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചവനാണ് ക്രിസ്തു, പക്ഷെ